നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ. ദുരന്തമുണ്ടായ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമെന്ന് മുഖ്യമന്ത്രി. രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നതുവരെ മന്ത്രിമാർ വയനാട് തുടരും. ഒത്തൊരുമിക്കാം വയനാടിനായി. സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകാം. സ്നേഹകരം നീട്ടി കേരളം. ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഭരണകൂടവും പൊതുജനങ്ങളും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിതം എന്ന് വിറങ്ങലിച്ചു നിൽക്കുന്നവരാണ് ഏറെയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ ആ നാടിനൊപ്പം ആണ്. എങ്കിലും ഒരായുസ്സിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കാനാണ് തീരുമാനം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല. ചാലിയാർ പുഴയിലും മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ 4 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യും. AK ശശീന്ദ്രൻ, OR കേളു, K രാജൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരാണ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നിർത്തുന്നവരെ മന്ത്രിമാർ വയനാട്ടിൽ തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകി വയനാടിലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി പിന്തുണ നൽകാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. CMDRFിലേക്കുള്ള സംഭാവനകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ച് ബാങ്ക് അക്കൗണ്ടിലും വിവിധ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് ലഭ്യമാകുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമാണ് ഫണ്ട് അനുവദിക്കുക. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. CMDRFിന്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് വകുപ്പിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. ജില്ലാ കളക്ടർ, റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് അനുവദിക്കാവുന്ന തുക സർക്കാർ ഉത്തരവുകളിലൂടെ നിയന്ത്രിക്കുന്നു. അതിലുപരിയായി മന്ത്രിമാരുടെ കൗൺസിലേറ്റിൻ്റെതാണ് തീരുമാനം. പൂർണ്ണമായും വെബ് മാനേജ്മെന്റ് ചെയ്തിരിക്കുന്ന CMDRF വളരെ സുതാര്യമായ സംവിധാനമാണ്. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് അന്തിമ ഗുണഭോക്താവിന് ധനസഹായം കൈമാറും. CMDRFനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. CMDRF ഫണ്ടുകൾ കൺട്രോളർ ആൻഡ് അക്കൗണ്ട് ജനറലിന്റെ ഓഡിറ്റിനും സംസ്ഥാന നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും വിധേയമാണ്. ഒറ്റ രാത്രി കൊണ്ട് കേരളത്തിന്റെ വിങ്ങലായി മാറിയ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും നിസ്സഹായരായ ജനങ്ങളെ കേരളക്കര ഒത്തുചേർത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരും ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങളും മണ്ണെടുത്ത വയനാടിന്റെ ഈ തീരാ ദുഃഖത്തിൽ തങ്ങളാലാകുന്ന വിധം സഹായമുറപ്പിക്കുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യർ. മന്ത്രിമാരായ K രാജൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, OR കേളു എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഭവസ്ഥലത്തെ രക്ഷാദൗത്യം ഏകോപിപ്പിച്ചത്.
പ്രതികൂല കാലാവസ്ഥയിലും NDRF, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് സന്നദ്ധ സേനകൾ എന്നിവരുടെ സഹകരണത്തോടെ പഴുതടച്ച രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കൈയിൽ പുരോഗമിക്കുന്നത്. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും ഒരുക്കിയ കളക്ഷൻ സെന്ററുകളിൽ സഹായമായി ആയിരങ്ങളാണ് പങ്കാളികളായത്. ആവശ്യമായ ദുരിതാശ്വാസ സാമഗ്രികൾ, മറ്റ് വസ്തുക്കളും ലഭ്യമായതോടെ കളക്ഷൻ സെന്ററുകൾ മുഖേനയുള്ള ശേഖരണം താൽക്കാലികമായി അവസാനിപ്പിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയും കാരണം പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം പ്രതിരോധ മരുന്നുകൾ കഴിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ക്യാമ്പുകളിലും ആരോഗ്യ സേവനം ഉറപ്പാക്കാൻ ഒരു നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണം. ക്യാമ്പുകളിൽ ഡയാലിസിസ്, കീമോതെറാപ്പി മുതലായ ചികിത്സയിലുള്ള രോഗികൾക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം. ഏതെങ്കിലും രോഗങ്ങൾക്ക് പതിവായി മരുന്ന് കഴിക്കുന്നവർ അത് തുടരേണ്ടതാണ്. സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ വസിക്കുന്നവർ നിർദ്ദേശം കിട്ടിയാലുടനെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. വൈദ്യുതാഘാതം, പാമ്പുകടി, ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണം മുതലായവ ഒഴിവാക്കാനുള്ള സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുക. പ്രളയബാധിത പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ഉപകരണങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കണം. മനുഷ്യ വന്യമൃഗ ഏറ്റുമുട്ടൽ ഫലപ്രദമായി നേരിടുന്നതിന് പദ്ധതി രൂപരേഖ തയ്യാറാക്കി പഞ്ചായത്ത് അധികൃതരുടെ സഹകരണത്തോടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിഹാരം കാണണമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത ഇത് സംബന്ധിച്ച അവലോകന യോഗത്തിലാണ് മന്ത്രി വനം വകുപ്പ് ജീവനക്കാരോട് ഈ ആവശ്യം ഉന്നയിച്ചത്. മരം മുറിക്കുന്നതിന് നിലവിലുള്ള 64-ലെ പട്ടയപ്രകാരമുള്ള ചട്ടം ജന്മം കൊണ്ടും ലഭിക്കാവുന്ന വിധത്തിൽ ആർജിക്കുന്നതിനുള്ള അവകാശമാക്കി മാറ്റാനുള്ള ഭേദഗതി ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആനക്കയം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ 2 വാർഡുകൾ ഒഴികെയുള്ള മറ്റു വാർഡുകളിൽ നിപ്പ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ജില്ലാ കളക്ടർ VR വിനോദ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ പ്രത്യേക നിയന്ത്രണമാണ് ഒഴിവാക്കിയത്. നിലവിൽ നിരീക്ഷണത്തിലായിരിക്കുന്ന എല്ലാവരും നിർബന്ധമായും 21 ദിവസം ഐസൊലേഷനിൽ തുടരണം. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ഐസൊലേഷൻ അവസാനിപ്പിക്കാവൂ. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.